ഈ ഡ്രസ്സ് ഞാൻ ഇൻസ്പയർ ചെയ്ത് ഡിസൈൻ ചെയ്തതാണ്. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇവളെന്തിനാ ഈ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ ഒരുപാട് ആശിച്ച് മോഹിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഒരു ഡ്രസ്സായിരുന്നു അത്. ചുറ്റും നടന്ന വെഡ്ഡിങ്സിലെ ഗൗണുകളുടെ വില കേട്ട് കിളി പോയ ഞാൻ എൻ്റെ വീട്ടുകാരെ കുത്തുവാളെടുപ്പിക്കാതിരിക്കാനായിട്ട് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ലെഹങ്ക എടുത്തു. ഏതോ പള്ളിയിൽ ഉടുപ്പിട്ട കല്യാണപ്പെണ്ണിനെ ഇറക്കി വിട്ട് സാരി ഉടുപ്പിച്ച് തിരിച്ച് പള്ളിയെ കയറ്റി കെട്ടിച്ച കഥ കൂടി കേട്ടപ്പോൾ ഒരു സാരി ലുക്ക് കൊടുക്കാം എന്നും കരുതി. സാരിയാണോ സാരിയാണ്, ഉടുപ്പാണോ ഉടുപ്പാണ്. അത്യാവശ്യം വണ്ണമുള്ള എനിക്ക് നെറ്റ് സ്ലീവ് ചേരുന്നില്ല എന്ന് മനസ്സിലാക്കി ഒരു കവറിങ് പോലെ കൊടുത്തു. ദേ ശിവാംഗി കൃഷ്ണയുടെ ഈ കോസ്റ്റ്യൂം ആയിരുന്നു കേട്ടോ എൻ്റെ ഇൻസ്പിറേഷൻ. പിന്നെ മോഡേൺ ഫാമിലി സീരീസിലെ ലില്ലിയുടെ കട്ട ഫാനായിരുന്ന ഞാൻ ഒരു LED ലൈറ്റും കൊടുത്തു. എൻ്റെ ഭാഗ്യത്തിന് കല്യാണം കഴിഞ്ഞ് ദി നെക്സ്റ്റ് ഡേ ക്യാമറാമാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു. 3 മില്യൺ ആളുകൾ അത് കാണുകയും ചെയ്തു. ഒരുപാട് സപ്പോർട്ടീവ് കമൻസ് വന്നെങ്കിലും ഒരു കുന്ന് നെഗറ്റീവ് കമൻസും ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഷ്ടപ്പെട്ടിരുന്ന എനിക്ക് നെഗറ്റീവ് കമൻസ് എല്ലാം ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ച പോലെയായിരുന്നു. ഞാൻ എൻ്റെ ബോഡി പാർട്സ് എക്സ്പോസ് ചെയ്ത് ഷോ കാണിച്ചിട്ടില്ല. എൻ്റെ മാന്യതയ്ക്ക് ഒരു നല്ല ഡ്രസ്സ് ഇട്ടു. എൻ്റെ സന്തോഷത്തിന് അതിലൊരു ലൈറ്റും വെച്ചു. ഇതാണ് ഞാൻ ചെയ്ത വലിയ തെറ്റ്. നമ്മുടെ സത്യഭാമ ഈശോയൊക്കെ കഴിഞ്ഞ് നിന്നിരുന്ന ഒരു ടൈമായിരുന്നേ അത്. അന്ന് ബോഡി പോസിറ്റിവിറ്റി പ്രചരിപ്പിച്ചിരുന്ന ചിലരൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടന്ന് ആറാടുകയായിരുന്നു. എന്താലേ ഡബിൾ സ്റ്റാൻഡേർഡ്. ഇന്നത് ഓർക്കുമ്പോൾ ഒരു ചെറിയ ചിരിയൊക്കെ വരും. മനസ്സിന് കരുത്തില്ലാത്ത ഏതെങ്കിലും കുട്ടിയായിരുന്നെങ്കിലോ വല്ല കടുങ്കയും ചെയ്തേനെ. പിന്നെ ഞാനും സച്ചുവേട്ടനും എല്ലാ കമൻസിനും ടിറ്റ് ഫോർ ടാറ്റ് മറുപടി കൊടുത്തിരുന്നു. ക്രിറ്റിസിസം ഇസ് ഗുഡ്, ബട്ട് ബോഡി ഷേമിംഗ് ഇസ് അൺആക്സെപ്റ്റബിൾ. നമ്മുടെ വഴിവിട്ടൊരു വാക്ക് അതിന് വാളിനേക്കാൾ മൂർച്ചയാണ്. ആൻഡ് ഓൾവേസ് റിമെമ്പർ, a successful person is a person who makes a firm foundation with the bricks that are thrown towards them. അത്രയുള്ളൂ കഥ. ബൈ.